ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അതിന് തലേദിവസമേ 1 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തു വെച്ചതാണ് ഈ കാണുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു വലിയ സവാള നീളത്തിൽ കീറിയത്, ഒരു 5 പച്ചമുളക് കീറിയത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വട്ടത്തിലരിഞ്ഞത്, ഒരു 2-3 ചെറിയ വെളുത്തുള്ളി ചതച്ചത്, ഒരു അല്പം കരിയാപ്പില. അതിന് ആവശ്യമുള്ള മസാലക്കൂട്ടുകൾ: 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് കുരുമുളക്, അല്പം ഗരം മസാല. ആദ്യമായി കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി ഇടുക. പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഗ്രീൻ പീസ്. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഗ്രീൻ പീസും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളും ഇട്ട് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. കുക്കറിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക. ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ ഓരോന്നായി ഇതിലേക്ക് ഇടും. ഗ്രീൻ പീസ് അല്പം ഒന്ന് ഇളക്കുക. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് 1 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് ഗ്രേവിക്ക് നീളം കൂട്ടാം. മസാലകൾ പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ചടച്ച് വേവിക്കുക. ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്, അതിൽ മസാലകളും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം. അതിനായി 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടുക. അതിനുശേഷം ചെറുള്ളി അരിഞ്ഞിട്ട് ഇടുക. കടുക് പൊട്ടിച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഷിലേക്ക് സെർവ് ചെയ്യാൻ പകരാം. ചിലർക്ക് ഈ ഗ്രീൻ പീസ് നന്നായി വേകുന്നതാണ് ഇഷ്ടം, ചിലർക്ക് അത്ര വേകുന്നത് ഇഷ്ടമില്ല. അതനുസരിച്ച് വേവ് ക്രമീകരിക്കുക.